സൂപ്പർ നെറ്റ് കോട്ട. ഇപ്പോൾ സമ്മർ ടൈമിലേക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ് സൂപ്പർ നെറ്റ് കോട്ട എന്ന് പറയുന്നത്. സൂപ്പർ നെറ്റ് കോട്ടയിൽ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻ. സൂപ്പർ നെറ്റ് കോട്ടയിൽ ഫുള്ളായിട്ട് ബ്രൗൺ കളറിലുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ്. കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ പാറ്റേൺസും, ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ പാറ്റേൺസും സ്കാറ്റേർഡ് ആയിട്ട് ഒരു ഫ്ലോറൽ ബുട്ടാസും ഒക്കെ വന്നിരിക്കുന്ന പ്രെറ്റി ആയിട്ടുള്ള സാരിയാണ്. സാരിയിൽ ഫുൾ ബോർഡറും ഇതുപോലെ തന്നെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. സ്കാറ്റേർഡ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു ബൂട്ട ഡീറ്റെയിൽസും ഒക്കെ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള സാരി. ബേജ് കളറിൽ, ബേജ് ഓർ ഓഫ് വൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ആ കളറിൽ ബ്രൗൺ കളറിലാണ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ പ്ലെയിൻ ബ്ലൗസാണ് കേട്ടോ പെയർ ചെയ്തേക്കുന്നത്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ബ്ലൗസ് BM 122 ആണ്. ഇതും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ബ്ലാക്ക് ആൻഡ് ക്രീം കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ബ്ലൗസ് മെറ്റീരിയൽ, അതുപോലെ തന്നെ ഒരു ആരി വർക്ക് ഡീറ്റെയിലിങ്ങും പ്ലാസ്റ്റിക് മിററിൻ്റെ ഡീറ്റെയിലിങ്ങും ഒക്കെ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള സാരി ബ്ലൗസ് മെറ്റീരിയലാണ് കേട്ടോ. BM 122. അപ്പോൾ TOT 142 എന്ന കോഡിലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ സാരി, ഈ ഡ്രൈപ്പ് ചെയ്തേക്കുന്ന ഈ സാരി വന്നിരിക്കുന്നത് 1499 പ്രൈസ് റേഞ്ചിലാണ് ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.store. ഈ സാരി മൾട്ടിപ്പിൾ പീസസ് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ യൂണിഫോം ആയിട്ടോ അല്ലെങ്കിൽ ബൾക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രീ ഓർഡർ കാറ്റഗറിയിൽ അവൈലബിൾ ആക്കാവുന്ന സാരിയാണ്. എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ കസ്റ്റമർ നോട്ടിൽ മെൻഷൻ ചെയ്താൽ നമ്മൾ അവൈലബിൾ ആക്കാവും കേട്ടോ. TOT 142 1499 price and blouse material is BM 122 and price display ചെയ്തേക്കാം കേട്ടോ. താങ്ക് യു. ബേജ് കളർ സാരീസ്, ചന്ദേരി സിൽക്ക് മെറ്റീരിയലിൽ വന്നേക്കുന്ന ബേജ് കളറിൽ വന്നേക്കുന്ന സാരിയാണ് കേട്ടോ. ചന്ദേരി സിൽക്ക് ആണ്. ഇതിൽ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡേർഡ് ബോർഡർ ഡീറ്റെയിൽസ് അറ്റാച്ച് ചെയ്തേക്കാണ്. ഇതിൽ വന്നേക്കുന്ന കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് ബേജിൽ പീ ഗ്രീൻ ആൻഡ് ഗോൾഡൻ കളറിലുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. ഫുൾ സാരിയിൽ ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ബോഡിയിൽ ലോവർ പോർഷനിൽ സ്കാറ്റേർഡ് ആയിട്ട് ഇതുപോലെ തന്നെ പീ ഗ്രീൻ കളറിലുള്ള ബോർഡർ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത്. ഫുൾ സാരിയിൽ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. സ്കാറ്റേർഡ് ആയിട്ട് ലോവർ പോർഷനിൽ ഇതേ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കാണ്. ബ്ലൗസ് പെയർ ചെയ്തേക്കുന്നതും സെയിം മെറ്റീരിയൽ, റണ്ണിങ് മെറ്റീരിയൽ തന്നെ ഇതിൻ്റെ കൂടെ ബോർഡർ ഡീറ്റെയിലിംഗ് വന്നേക്കുന്ന ബ്ലൗസും കൂടിയാണ് പെയർ ചെയ്തേക്കുന്നത്. ഈ പ്രോഡക്റ്റ് TOT 147 എന്ന കോഡിലാണ് ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ ബ്ലൗസ് മെറ്റീരിയൽ, ഇതിൻ്റെ സെയിം കോമ്പിനേഷനിൽ വരുന്ന ബ്ലൗസ് മെറ്റീരിയലും കൂടിയാണ് പെയർ ചെയ്തേക്കുന്നത്. ഇത് നമുക്കൊരു ചേർച്ച് ഫംഗ്ഷനോ കുറച്ച് എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് കാഷ്വലായിട്ട് വെയർ ചെയ്യാനോ ഡെയിലി വെയർ ആയിട്ട് സാരി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സമ്മർ ടൈമിൽ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ചന്തേരി ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ അധികം ചൂടൊന്നും എടുക്കാതെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. ഫുൾ സാരിയിൽ ഇതുപോലെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്, ആ എംബ്രോയിഡറി ജോയിൻ ചെയ്തേക്കുന്ന പോർഷനിൽ റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടൊരു ഡീറ്റെയിലിംഗ് കൂടെ കൊടുത്തേക്കുന്നതാണ് കേട്ടോ. അപ്പം ഈ സാരിയുടെ കൂടെ ഞാൻ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസും കൂടെ ഞാൻ പരിചയപ്പെടുത്താം. ബ്ലൗസ് വന്നേക്കുന്നത് റോ കോട്ടൺ മെറ്റീരിയലിൽ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഒക്കെ വന്നേക്കുന്നതാണ്. റോ കോട്ടൺ ബ്ലാക്ക് ആൻഡ് ബേജ് കോമ്പിനേഷൻ, ബേജിൽ ഒരു ഓഫ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ കൂടെ കണ്ടോ കുറച്ചൊരു നല്ല ഫൈൻ ആയിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. മിറർ വർക്ക് ഒക്കെ വന്നേക്കുന്ന ആരി വർക്ക് യൂസ് ചെയ്തിട്ടുള്ള മിറർ വർക്കും ഒക്കെ വന്നേക്കുന്ന നല്ല ഭംഗിയുള്ള ബ്ലൗസ്. BM 122 എന്നാണ് ഈ പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത്. ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റും നമ്മൾ വേറൊരു കളർ കോമ്പിനേഷനിൽ, ആ ക്രിസ്മസ് ടൈമിൽ ഗൗരി വെയർ ചെയ്തിരുന്ന ഒരു കോമ്പിനേഷൻ നമ്മൾ അവൈലബിൾ ആക്കിയതാണ്. റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരുപാട് റിവ്യൂസ് കിട്ടിയ പ്രോഡക്റ്റാണ്. ഒരുപാട് പേര് വാങ്ങിയതുമാണ് കേട്ടോ ആ ബ്ലൗസ് മെറ്റീരിയൽ. അതേ സെയിം കോൺസെപ്റ്റിൽ തന്നെ കളർ കോമ്പിനേഷൻ, ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനിൽ ബ്ലാക്ക് ആൻഡ് ബേജ് കോമ്പിനേഷനിൽ വന്നേക്കുന്ന അൺസ്റ്റിച്ച് മെറ്റീരിയലിൻ്റെ കളക്ഷൻ BM 122. ഈ രണ്ട് പ്രോഡക്ട്സും ഫോട്ടോസും വീഡിയോസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഞാൻ ഉടുത്തിരിക്കുന്ന പ്രോഡക്റ്റ് TOT 147 ആണ് പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത്. 1799 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ BM 122. ബ്ലൗസ് മെറ്റീരിയലിൻ്റെ പ്രൈസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തേക്കാം കേട്ടോ. അപ്പം ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.store. TOT 147 ആൻഡ് BM 122. ജോർജറ്റ് ഫാബ്രിക് നമുക്ക് ഒരു ഓൾ സീസൺ ഫാബ്രിക് എന്ന് തന്നെ പറയാം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിപ്പോൾ മഴയത്താണെങ്കിലും കൺവീനിയൻ്റ് ആണ്. നമുക്കത് ചീത്തയായി പോവുകയൊന്നുമില്ല. നമ്മൾ മഴയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് പണ്ടേ പ്രിഫർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ഒക്കേഷണൽ വെയറിനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോർജറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക്
ഇറ്റ്സ് സംതിങ് ദറ്റ് ക്യാൻ ക്യാരി ഓഫ് ദി കാഷ്വൽ ലുക്ക് ആസ് വെൽ ആസ് നമുക്കൊരു ഒക്കേഷണൽ വെയറിന് പറ്റുന്ന ലുക്കും ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ബേസ് ആണ്. നമുക്കത് കൺവീനിയൻ്റ് ആയിട്ട് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ദ ഫ്ലോ ഓഫ് ദ ഫാബ്രിക് ഇസ് റിയലി ഗുഡ്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ട്രാൻസ്പെറൻറ്റ് നമുക്കത് ലൈനിങ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്കതിപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഏരിയാസ് നമുക്ക് കീപ്പ് ചെയ്തിട്ട് നമുക്കൊരു ഡ്രസ്സിൻ്റെ ഡിസൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്ലീവ്സിൻ്റെ അകത്ത് നമുക്ക് ട്രാൻസ്പെറൻറ്റ് കട്ട് ഔട്ട് ഡീറ്റെയിൽസ് പോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ വളരെ കൺവീനിയൻ്റ് ആണ്. ആൻഡ് വി ഹാവ് എ ബ്യൂട്ടിഫുൾ ജോർജറ്റ് സൽവാർ സെറ്റ് അൺസ്റ്റിച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2299 റേഞ്ചിൽ ഒക്കേഷണൽ വെയറിൽ ഒരുപാട് ബ്ലിങ്ക് കൊടുത്തിട്ടില്ല, പക്ഷെ ദർ ഇസ് ഇനഫ് എമൗണ്ട് ഓഫ് ബ്ലിങ്ക് ഡിഫൈനിങ് ദി നെക്ക് ലൈൻ. ആൻഡ് വി ഹാവ് ദി സെയിം ജോർജറ്റ് ദുപ്പട്ട. സ്റ്റിക്കിംഗ് ഡീറ്റെയിൽ ആണ് സീക്വൻസിൻ്റെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. അസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് നെക്ക് ലൈനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ സ്കാറ്റർ ഡീറ്റെയിലിംഗ്. ഇതിനകത്ത് ഈ സീക്വൻസ് വന്നിരിക്കുന്നത് സ്റ്റിക്കിംഗ് വർക്ക് ആണ് കേട്ടോ. ബാക്കി എംബ്രോയിഡഡ് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ് ഈ നെക്ലൈൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നതും ഒക്കെ. ആൻഡ് ദി അതർ സൈഡ് ടുവേർഡ്സ് ദി റൈറ്റ് സൈഡ് ഓഫ് യു യു വിൽ ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ ഫ്ലോറൽ ഡീറ്റെയിലിംഗ്. അതിനകത്ത് ഫുള്ളി ഹാൻഡ് എംബ്രോയിഡറി തന്നെയാണ് ചെയ്തേക്കുന്നത്. ഈ ഇൻ ബിറ്റ്വീൻ വന്നേക്കുന്നത് മാത്രം സ്റ്റിക്കിംഗ് വർക്ക് ആണ് കേട്ടോ. ഷുഗർ ബീഡ്സ് ഒരു മാറ്റില്ല ഗ്ലാസി ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് ഷുഗർ ബീഡ് ഡീറ്റെയിലിംഗ്. ആൻഡ് അതിൻ്റെ കൂടെ കട്ട് ട്യൂബ്സും കൂടെ ആയിട്ടുള്ള ഹൈലൈറ്റ്സ് ആ ഒരു ഫുൾ എംബ്രോയിഡറി വെച്ച് തന്നെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് സെയിം ഷെയ്ഡിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം. ഒരു പി വി ബോട്ടം ആണ്. അതിൻ്റെ കൂടെ കുറച്ച് സോഫ്റ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. കട്ടി കുറവുള്ള പി വി ആണ്. അപ്പോൾ മുന്നേ നമ്മൾ കൂടുതൽ എടുത്തുകൊണ്ടിരുന്നത് നല്ല തിക്കായിട്ടുള്ളതാണ്. അപ്പോൾ സമ്മേഴ്സൊക്കെ വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് മോർ കൺവീനിയൻറ്റ് ഇഫ് യു ഹാവ് ലൈറ്റർ ഫാബ്രിക്സ്. നല്ല ക്വാളിറ്റിയിൽ തന്നെ വന്നിരിക്കുന്ന ഫാബ്രിക് ആണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അത് കളേഴ്സ് വി ഹാവ് 1 by 1 ആയിട്ട് നമുക്ക് കളേഴ്സും കൂടി കണ്ടങ്ങ് പോവാം കേട്ടോ. ഫസ്റ്റ് വൺ ഇസ് എ ബ്രൈറ്റ് ടോൺ ഓഫ് ആർമി ഗ്രീൻ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ആൻഡ് ദെൻ ഒബ്വിയസ്ലി ജോർജറ്റ് ഒരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. ഇതാണ് എൻ്റെ ബോട്ടം. ആൻഡ് ദിസ് ഇസ് ദി ലുക്ക്. ദുപ്പട്ട ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യുന്നില്ല. ഈ ഡീറ്റെയിൽ തന്നെയാണ് അതിൻ്റെ അകത്ത്. സെയിം ഇങ്ങനെ ഒരു സ്കാറ്റർ ഗ്ലോസി ആയിട്ട് വന്നിരിക്കുന്ന സീക്വൻസിൻ്റെ സ്കാറ്ററാണ് വന്നിരിക്കുന്നത്. SBP 155 SBP 155 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ലാവൻഡർ സെയിം ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള PV ബോട്ടം ആൻഡ് ദുപ്പട്ട വിത്ത് ടോപ്പ്. ആണ് അതിൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വരുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. ആൻഡ് then we have നമ്മൾ മുന്നേ കണ്ടിരുന്ന ഒരു മെറൂൺ ആയിരുന്നു. ഇത് കുറച്ചൊരു നമുക്കിപ്പോൾ ജോർജറ്റ് ആയതുകൊണ്ട് ഭയങ്കര ഒരു ബ്രൈറ്റ്നസ്സും ഡാർക്ക്നെസ്സും അതിനകത്ത് കൊടുത്തിട്ടില്ല. ഒരു ബർഗൻഡിയുടെ ടോണാണ് കേട്ടോ. ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുള്ള ടോണാണ്. ഭയങ്കര ഡാർക്ക് അല്ല. ഇതാണ് എൻ്റെ ടോപ്പ്. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യും. അത് ജസ്റ്റ് ആ ഒരു ഗ്ലൂവിൻ്റെ ആണ് കേട്ടോ. അത് നമുക്ക് സീക്വൻസ് ഒക്കെ ഇൻടാക്റ്റ് ആയിട്ട് ഇരിക്കും. ജസ്റ്റ് അത് ഫസ്റ്റ് ടൈം ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗ്ലൂവിൻ്റെ സ്റ്റിക്കിനെസ് അതങ്ങ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങ് മാറും കേട്ടോ. വി ഹാവ് പീകോക്ക് ബ്ലൂ. ഡാർക്ക് ടോണിൽ വന്നിരിക്കുന്ന പീകോക്ക് ബ്ലൂ ആണ് അതിനകത്ത് പെയർ ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ദി ടോപ്പ് ആൻഡ് ദെൻ ദിസ് ഇസ് ദി ദുപ്പട്ട. ഒക്കേഷണൽ വെയർ, സിമ്പിൾ യെറ്റ് എലഗൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലുക്ക് ആൻഡ് ഗുഡ് ബഡ്ജറ്റ്. 2299 റേഞ്ചിൽ വന്നിരിക്കുന്ന collection. Check it out, www.aham.store.